ഇവിടെ നമുക്കറിയാത്തതിൻ്റെ ഒരു കൂമ്പാരമാണ് ഇവിടെ ഉള്ളത്. അറിവില്ലായ്മയുടെ, അറിയാത്തതിൻ്റെ, അറിയാൻ സാധിക്കാത്തതിൻ്റെ ഒരു കൂമ്പാരം ആണിവിടെ ഉള്ളത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയോ? ഞാനൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഞാനൊരു അസുഖം പറയുമ്പോൾ ആ ഡോക്ടർ പറയും, നിങ്ങൾ ഇന്ന ഗുളിക കഴിച്ചാൽ അസുഖം മാറും. ആ ഡോക്ടറോട് ചോദിക്കുക, ഈ ഗുളിക എങ്ങനെയാണ് എൻ്റെ ഈ അസുഖത്തെ മാറ്റുക? ആ ടാബ്ലറ്റ് എൻ്റെ അസുഖത്തെ എങ്ങനെയാണ് മാറ്റുക? അദ്ദേഹം ശാന്തസ്വരത്തിൽ പറയും, ലഭ്യമായിട്ടുള്ള ടെക്സ്റ്റ് പുസ്തകം അനുസരിച്ച്, ലഭ്യമായിട്ടുള്ള റിസൾട്ട് അനുസരിച്ച് ഈ അസുഖത്തിന് ഈ മരുന്നാണ് ഐഡിയൽ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ തരുന്നത്. അത് ഏത് രീതിയിലാണ് നിങ്ങളുടെ അസുഖത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇൻഡെപ്ത് നോളജ് എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ MBBSും MDയും പഠിച്ച ഡോക്ടർമാർ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പഠിക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ആ മെഡിസിൻ്റെ കെമിസ്ട്രി അറിഞ്ഞുകൂടാ, അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒന്നവർക്കറിയാം, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്നാണ് കൊടുക്കേണ്ടത്. ആ മരുന്ന് അവർ കൊടുക്കുന്നു, അസുഖം മാറുന്നു. ഇതേപോലെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഓരോ ഗുണത്തിനും ദോഷത്തിനും നമ്മുടെ പൂർവികരായ ആചാര്യന്മാര് ഗ്രഹം എന്ന വാക്കുകൾ ഉപയോഗിച്ച് കാരകത്വം കൊടുത്തിട്ടുണ്ട്. കാരകത്വം, ആ കാരകത്വം എന്ന വാക്കാണ് ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ പോയിന്റ്. ഒന്ന്, ഗ്രഹം എന്ന വാക്ക്. ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഹാസ് ഗോട്ട് എ ബിയറിംഗ് അപ്പോൺ യു, നിങ്ങളെ സ്വാധീനിക്കുന്നത്. അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം, പാണിഗ്രഹണം. ഗ്രഹം എന്ന് വെച്ചാൽ ഹോൾഡിങ്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചോദിച്ചു എന്ന് വിചാരിക്കാം, ഞാൻ പറഞ്ഞത് താൻ ഗ്രഹിച്ചോ, ഗ്രഹിച്ചുവോ? ഇപ്പൊ ഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ സ്വാധീനിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. ഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നത്. അതിൽ പ്ലാനറ്റുകൾ നമ്മളെ സ്വാധീനിക്കും, അതുകൊണ്ട് പ്ലാനറ്റുകൾ ഗ്രഹങ്ങളാണ്. സൂര്യൻ നമ്മളെ സ്വാധീനിക്കും, അതുകൊണ്ട് സൂര്യൻ ഗ്രഹമാണ്. ചന്ദ്രൻ നമ്മളെ സ്വാധീനിക്കും, അതുകൊണ്ട് ചന്ദ്രൻ ഗ്രഹമാണ്. ഈ പ്ലെയിനാർ നോഡുകളുണ്ട്, സൂര്യചന്ദ്രന്മാരുടെ റൊട്ടേഷൻ അനുസരിച്ചിട്ടുള്ള നോഡുകൾ, രാഹുവും കേതുവും, അത് നമ്മളെ സ്വാധീനിക്കും, അതുകൊണ്ട് അതും ഗ്രഹമാണ്. അപ്പം നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന സൂര്യൻ ഗ്രഹമാണ്, ചന്ദ്രൻ ഗ്രഹമാണ്, അതുപോലെ രാഹുകേതുക്കൾ ഗ്രഹമാണ്. എല്ലാ ശരിക്കുള്ള പ്ലാനറ്റുകളും ഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം പ്ലാനറ്റുകളാണോ? ഗ്രഹങ്ങളെല്ലാം പ്ലാനറ്റുകളാണോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പ്ലാനറ്റുകൾക്ക് സംസ്കൃതത്തിലെ വാക്ക് എന്താണ്? ശരിക്കും പ്ലാനറ്റുകൾക്ക് സംസ്കൃതത്തിലെ വാക്ക് താരാഗ്രഹം. താരാഗ്രഹം എന്ന വാക്ക് ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഇവയാണ് താരാഗ്രഹം. താരാഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് കൊണ്ട് അവയെ ഗ്രഹങ്ങൾ എന്ന് പറയാം. താരാഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്. സൂര്യൻ താരാഗ്രഹമല്ല, ചന്ദ്രൻ താരാഗ്രഹമല്ല, ഭൂമി ഗ്രഹമാണ്, ഭൂമി താരാഗ്രഹമാണ്. അപ്പോൾ ഭൂമിയും ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി താരാഗ്രഹമാണ്. അവ സ്വാധീനിക്കുന്നത് കൊണ്ട് ഗ്രഹവുമാണ്. അതുകൊണ്ട് സാധാരണ ജ്യോത്സ്യന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, ഈ ചന്ദ്രനെ നിങ്ങൾ ഗ്രഹമായിട്ടല്ല എടുക്കുന്നത്, അവിടെ തന്നെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ചന്ദ്രനെ പ്ലാനറ്റായിട്ട് ഭാരതീയർ എടുത്തിട്ടില്ല, സൂര്യനെയും പ്ലാനറ്റായിട്ട് എടുത്തിട്ടില്ല, രാഹുകേതുക്കളെ പ്ലാനറ്റായിട്ട് എടുത്തിട്ടില്ല. അവയെല്ലാം 9 ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങൾ എന്ന പേര് വരാൻ കാരണം അവ നമ്മളെ സ്വാധീനിക്കുന്നു. ആ ഗ്രഹങ്ങളിൽ താരാഗ്രഹവും പെടും, താരാഗ്രഹമല്ലാത്തതും പെടും. ഇനി അടുത്ത വാദം സാധാരണഗതിയിൽ വരുന്നത് കോപ്പർനിക്കസും ഗലീലിയോയും സർ ഐസക് ന്യൂട്ടണും
മെഗല്ലനുമൊക്കെ അല്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനു മുമ്പൊക്കെ ഈ ഭൂമി പരന്നതാണെന്നല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഭൂമിയെക്കുറിച്ച്, ഭൂമിയെ ആധാരമാക്കിയിട്ട് പറയുന്ന എന്തിനും എന്ത് സ്വാധീനമുള്ളത്? ഓർമ്മിക്കുക, ജ്യോതിഷം പഠിക്കുന്ന ഏത് വിദ്യാർത്ഥി ഇതിനകത്തുണ്ടെങ്കിലും അറിയണം, AD 499 മാർച്ച് 21 ഞായറാഴ്ച, AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് എഴുതി തീർത്ത ആര്യഭടീയം എന്ന പുസ്തകം, ആര്യഭടൻ എഴുതിയതിൽ മൃത് ജല ശിഖി വയുമയോ ഭൂഗോള സർവതോ വൃത്ത. ഭൂഗോളം എന്ന വാക്ക് മണ്ണ്, മൃത്ത്, ജല, ശിഖി, മണ്ണ്, ജലം, അഗ്നി, വായു നിറഞ്ഞ ഭൂഗോള സർവതോ വൃത്ത, ഭൂമി ഗോളമാണെന്ന് വളരെ വ്യക്തമായിട്ട് ആര്യഭട്ടൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി മിത്തോളജിക്കലിലേക്ക് പോയാൽ ഈ കലിയുഗം ആരംഭിക്കുന്ന കാലത്ത്, കലിയുഗം എന്നാരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 അതാണ് കലീറ സ്റ്റാർട്ടിങ്. BC 3102. ഈ നമ്പർ നിങ്ങൾ ഓർത്തിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5116 വർഷമാണിത്. കലീറ 5116. BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച രാത്രി 11:55 സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി മേടസംക്രാന്തി രേഖയിൽ ഒറ്റ ലൈനിൽ വന്നത്. മേടസംക്രാന്തി രേഖയിൽ ഒറ്റ ലൈനിൽ വന്നത് BC 3102 ഫെബ്രുവരി 17 വ്യാഴാഴ്ച രാത്രി 11:55. ആ കാലഘട്ടത്തിൽ 51.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഭാഗവതത്തിൽ ശരിക്ക് ഭുവനകോശ അധ്യായം, ഭൂഗോള അധ്യായം കംപ്ലീറ്റ് 4-5 അധ്യായങ്ങളിൽ ഭൂഗോള വർണ്ണനമുണ്ട്. അപ്പോൾ ഭൂമി ഗോളാകൃതിയാണെന്ന് മിത്തോളജിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടം മാതിരി വിവരിച്ചിട്ടുണ്ട്. പിന്നെ പ്യുവർ സയൻറ്റിഫിക് പുസ്തകമായ ആര്യഭടീയം, വടേശ്വര സിദ്ധാന്തം, ആര്യ സിദ്ധാന്തം, ലഘുഭാസ്കരീയം, ബൃഹത് ഭാസ്കരീയം, മഞ്ജുളാചാര്യൻ്റെ പുസ്തകം, വരാഹമിഹിരൻ്റെ പുസ്തകം, ബ്രഹ്മഗുപ്തൻ്റെ ബ്രഹ്മസ്ഫുട സിദ്ധാന്തം, എല്ലാത്തിലും ഭൂമിയുടെ ഡയമീറ്റർ കൊടുത്തിട്ടുണ്ട്. നീല ഭൂവ്യാസ, ഭൂമിയുടെ വ്യാസം 1050 യോജനയാണ്. അപ്പോൾ ഭൂമി ഗോളാകൃതിയാണെന്ന് നല്ല രീതിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ വ്യാസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രാണേനൈതി കലാഭൂഹു ഭ്രമയതി, ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയത്തിന് ഭൂമി ഒരു ആംഗുലർ വെലോസിറ്റി, ഒരു ആംഗുലർ വെലോസിറ്റി, ഒരു ആംഗുലർ മിനിറ്റ്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, ഒരു ശ്വാസോച്ഛ്വാസം വിടുന്ന സമയം കൊണ്ട് ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഭൂമിയുടെ റൊട്ടേഷൻ 1 ആംഗുലർ മിനിറ്റ് പെർ 4 സെക്കൻഡ്. 4 സെക്കൻഡ്. എന്താ 4 സെക്കൻഡ് എന്ന് പറയാൻ കാരണം? നമ്മൾ ഒരു മിനിറ്റിൽ 16 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഒരു മിനിറ്റിൽ 16 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ശ്വാസോച്ഛ്വാസത്തിന് 4 സെക്കൻഡ്. ആ 4 സെക്കൻഡിൽ ഭൂമി ഒരു ആംഗുലർ മിനിറ്റ് കറങ്ങുന്നു എന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് സർ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിന് എടുത്തിരിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ, ഭൂമി ഗോളാകൃതിയാണ്, കറക്റ്റാണ്. ഭൂമിയുടെ റൊട്ടേഷൻ കറക്റ്റാണ്. ഏകോന്ന ഷഷ്ടിലിപ്താഹ അഷ്ടൗ വിലിപ്ത, 59 ആംഗുലർ മിനിറ്റ് 8 സെക്കൻഡ് വെലോസിറ്റിയിലാണ് ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത്. ഏക ഊന ഷഷ്ടി ലിപ്താഹ, 60 നിന്ന് 1 കുറച്ചാൽ 59 മിനിറ്റ്. അഷ്ടൗ വിലിപ്ത, 8 സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിൽ ഭൂമി സൂര്യന് ചുറ്റും പെർ ഡേ റിവോൾവ് ചെയ്യുന്നു. പെർഫെക്റ്റ്ലി കറക്റ്റാണ്. ഭാ അപക്രമോ ഗ്രഹാംശ, ഭൂമിയുടെ ചെരിവ് 24 ഡിഗ്രിയാണ്. ഭൂമിയുടെ ചെരിവ് 24 ഡിഗ്രിയാണ്. മോഡേൺ സയൻസ് പ്രകാരം അത് 23 ഡിഗ്രി 56 മിനിറ്റ്.
23 ഡിഗ്രി 56 മിനിറ്റ്. നമ്മൾ കണ്ടുപിടിച്ചു 23 ഡിഗ്രി 60 മിനിറ്റ്, അങ്ങനെ 24 മിനിറ്റ്. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി, ഭൂമിയുടെ ഡയമീറ്റർ, ഭൂമിയുടെ റൊട്ടേഷൻ, ഭൂമിയുടെ റെവല്യൂഷൻ, ഭൂമിയുടെ ആംഗുലർ ഡിക്ലിനേഷൻ, ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡ്, ഭൂമിയുടെ ലോഞ്ചിറ്റ്യൂഡ്, ഇതെല്ലാം ജ്യോതിഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് പെർഫെക്റ്റ്ലി അപ് ടു ഡേറ്റ് സയൻസാണ്. ആരെങ്കിലും വാദിക്കാൻ വന്നാൽ മറ്റ് രാജ്യക്കാർക്ക് അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. നമ്മളോട് ആർഗ്യൂ ചെയ്യാൻ വരുന്നവർ ഭൂമി ഫ്ലാറ്റായിട്ടല്ലേ കണക്കാക്കിയിരുന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ജ്യോതിഷം ശരിയാവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഭൂമിയെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അറിവുകൾ എല്ലാം തന്നെ ജ്യോതിഷത്തിന് ആവശ്യമായ നിലവാരത്തിൽ വേണ്ട മോഡേൺ സയൻറ്റിഫിക് നോളജുകൾ പണ്ട് തന്നെ ജാതകം എഴുതാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ പറ്റിയത് ഇതാണ്. ഗ്രഹം എന്നുള്ളത് പ്ലാനറ്റ് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും റിപ്പോർട്ടർ എന്ന ചാനലിൽ ആ നികേഷ് ഒരു ചോദ്യം ചോദിക്കേണ്ട. നികേഷ്, ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു, ഇനി നിങ്ങൾ ജ്യോത്സ്യന്മാരെ എന്തു ചെയ്യും? എനിക്ക് അത്ഭുതം തോന്നി. പുതിയ 100 ഗ്രഹം കണ്ടുപിടിച്ച ജ്യോതിഷന്മാർക്ക് എന്താ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കാം. ആര്യാസ് ഹോട്ടലിൽ കയറുമ്പോൾ ഒരാൾ പറയാണ്, ഒരു പുതിയ കറി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനി നിങ്ങളെങ്ങനെ ആര്യാസിൽ കയറുമെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഒരു പുതിയ കറി എന്ന് വെച്ചാൽ മനസ്സിലായി, ഫുഡ് ഐറ്റത്തിൻ്റെ കറി ഒരാൾ കണ്ടുപിടിച്ചാൽ ആര്യാസ് ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നതുമായിട്ട് അതിന് എന്ത് ബന്ധമുള്ളത്? എത്ര ഗ്രഹം കണ്ടുപിടിച്ചാലും, എത്ര സാറ്റലൈറ്റ് കണ്ടുപിടിച്ചാലും, എത്ര ചന്ദ്രനെ കണ്ടുപിടിച്ചാലും എന്താ പ്രശ്നം വരാനുള്ളത്? അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിലെ ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചു, 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം, ആ ഭാവങ്ങൾക്കെല്ലാം കുറേയധികം ഉത്തരവാദിത്വം നമ്മുടെ പൂർവികർ കൊടുത്തിട്ടുണ്ട്. ആ ഭാവങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം നമ്മുടെ പൂർവികർ കൊടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്വം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം, 1-ാം ഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം, എൻ്റെ മുഖം, എൻ്റെ പല്ല്, എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും ലഗ്നം അഥവാ 1-ാം ഭാവത്തിൽ വെച്ച് ഞാൻ കണ്ടുപിടിക്കണം. ഇനി ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് 1-ാം ഭാവത്തിൽ എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ളത് എനിക്കറിയാം? എൻ്റെ ശരീരത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ 1-ാം ഭാവമാണ് നോക്കേണ്ടത് എന്ന് പൂർവികർ പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ. ഈ ഒരു ഉത്തരേ ഉള്ളൂ. അത് ജ്യോത്സ്യന്മാർ പറയണില്ല. എന്താ കാരണം? എനിക്കറിഞ്ഞൂടാ. ലഗ്നത്തിലാണ് ഒരു വ്യക്തിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കാൻ നമ്മുടെ പൂർവികർ തിരഞ്ഞെടുത്തത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരും പറഞ്ഞിട്ടില്ല, ലഭ്യമായ ഒരു പുസ്തകത്തിലും അത് വിവരിച്ചിട്ടില്ല. അങ്ങനെ അവർ വിവരിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വേണമെങ്കിൽ ഉത്തരം പറയാം. അനവധി ദിവസങ്ങളിൽ കണ്ണുമടച്ച് മലയുടെ മുകളിലോ കാട്ടിലോ സമുദ്രതീരത്തോ ഗംഗാനദിയുടെ തീരത്തോ ഇരുന്ന് മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ ധ്യാനിച്ച ഋഷിവര്യന്മാരുടെ മനസ്സിൽ ഉദയം ചെയ്ത ആശയമാണ് 1-ാം ഭാവം അഥവാ ലഗ്നഭാവമെടുത്താൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പ്രകൃതി മുഴുവനും അറിയാം എന്ന്. അപ്പം അതിന് സയൻറ്റിഫിക്കായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? ഉത്തരം ഒന്നാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് 3 ഫാക്ടറുകളുണ്ട്. ഒന്ന് പ്യുവർലി മാത്തമാറ്റിക്കൽ ഫാക്ടർ. ജ്യോതിഷം എന്ന് പറയുന്നത് പ്യുവർലി മാത്തമാറ്റിക്കൽ ഫാക്ടർ, അത് സയൻറ്റിഫിക് ആണ്. 2
പ്യുവർലി അസ്ട്രോണമിക്കൽ ഫാക്ടർ, അത് സയൻറ്റിഫിക് ആണ്. ജ്യോതിഷത്തിൽ പ്യുവർലി മാത്തമാറ്റിക്കൽ ഫാക്ടർ സയൻറ്റിഫിക് ആണ്. അവിടെ സയൻസ് അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. പ്യുവർ അസ്ട്രോണമിക്കൽ ഫാക്ടർ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, നോഡുകൾ, രാഹു, കേതു, അത് പ്യുവർലി സയൻറ്റിഫിക്കാണ്. മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് മാത്രമാണ് തലക്കുറി കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്നത്. നമ്മുടെ ജാതകം, നമ്മുടെ രാശിചക്രം, ഭാവചക്രം കമ്പ്യൂട്ടർ കൊണ്ട് വരയ്ക്കാൻ സാധിക്കുന്നത്. മാത്തമാറ്റിക്കൽ പാർട്ട് സയൻറ്റിഫിക് ആണ്, അസ്ട്രോണമിക്കൽ പാർട്ട് സയൻറ്റിഫിക് ആണ്. പ്രഡിക്ഷൻ പാർട്ട്, മൂന്നാമത്തേത് പ്രഡിക്ഷൻ പാർട്ട് സയൻറ്റിഫിക് അല്ല. അത് സയൻറ്റിഫിക് അല്ല. സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കണ്ടുപിടിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. അതുകൊണ്ട് സയൻറ്റിഫിക് അല്ലാത്തത് പിന്നെ എന്തിനാ പ്രയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സയൻറ്റിഫിക് അല്ലാത്തത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാറില്ലേ? നമ്മൾ മലയാള ഭാഷ പഠിക്കുന്നു, മലയാളം സയൻസ് അല്ല. നമ്മൾ ഹിന്ദി പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, അതുപോലെ തന്നെ സോഷ്യോളജിയെ സയൻസ് ആക്കിയിട്ടില്ല. സ്പിരിച്വാലിറ്റി സയൻസ് ആവണമെന്നില്ല. സയൻസ്, നമ്മൾ സംഗീതം പഠിക്കുന്നു, സയൻസ് ആവണമെന്നില്ല. അപ്പോൾ സയൻസ് അല്ലാത്ത എക്കണോമിക്സ്, ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് അത് സയൻസ് ആണോ എന്ന് നോക്കിയിട്ടല്ല, യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ലെങ്കിലും യൂസ്ഫുൾ ആണ്. പറയാനുള്ളത് എന്താണ്? ഓർമ്മിക്കാനുള്ളത്, ജ്യോതിഷത്തിനെ 3 ഭാഗമാക്കി തിരിച്ചാൽ മാത്തമാറ്റിക്സ് സയൻറ്റിഫിക് ആണ്, അസ്ട്രോണമിക്കൽ പാർട്ട് സയൻറ്റിഫിക് ആണ്, പ്രഡിക്ഷൻ പാർട്ട് സയൻറ്റിഫിക് അല്ല, യൂസ്ഫുൾ ആണ്. അങ്ങനെ 2 സയൻസിൻ്റെ കാലിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം നിൽക്കുന്നു. അപ്പം നമ്മുടെ രാശിചക്രം സയൻറ്റിഫിക് ആണോ? രാശിചക്രം സയൻറ്റിഫിക് ആണ്. അതിലിരിക്കുന്ന പ്ലാനറ്റുകളും ഗ്രഹങ്ങളും അത് സയൻറ്റിഫിക് ആണോ? എക്സലൻ്റ്ലി സയൻറ്റിഫിക് ആണ്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എഴുതിയിരിക്കുന്നത് സയൻറ്റിഫിക് ആണോ? പെർഫെക്റ്റ്ലി സയൻറ്റിഫിക് ആണ്. ലഗ്നം കണക്കാക്കുന്നത് സയൻറ്റിഫിക് ആണോ? പെർഫെക്റ്റ്ലി സയൻറ്റിഫിക് ആണ്. റൈറ്റ് അസെൻഷൻ കണ്ടുപിടിക്കുന്നത്, ലഗ്നം കണ്ടുപിടിക്കുന്നത് പെർഫെക്റ്റ്ലി സയൻറ്റിഫിക് ആണ്. ഭാവം കണ്ടുപിടിക്കുന്നത് സയൻറ്റിഫിക് ആണോ? ഞാൻ പറയുന്നത് കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? എവിടെയെങ്കിലും കൺഫ്യൂഷൻ ആണെങ്കിൽ കൈ ഉയർത്താം, വീണ്ടും ആവർത്തിക്കാം. ഭാവം, രാശിചക്രത്തിൽ നിന്ന് ഭാവചക്രത്തിലേക്ക് കടക്കുന്നത് സയൻറ്റിഫിക് ആണോ? സയൻറ്റിഫിക് ആണ്. ലഗ്നം എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു, അവിടെ നിന്ന് 15 ഇടത്തോട്ടും വലത്തോട്ടും എടുത്ത് രാശിയെ ഭാവമാക്കുന്നു, അത് സയൻറ്റിഫിക് ആണ്. അടുത്തത് കുറച്ചു മുമ്പ് പറഞ്ഞത്, ലഗ്നം നിൽക്കുന്ന ഭാവം ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്നു എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആണോ? അല്ല. ലഗ്നം ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്നു എന്ന് പറയുന്നത് സയൻറ്റിഫിക് അല്ല. എന്താ കാരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലഗ്നം ഈ ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. ഈ രോഗത്തിന് ഈ മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പഠിച്ചിട്ടില്ലെങ്കിലും ആ രോഗത്തിന് പുതിയ ഒരു മരുന്ന് വരുമ്പോൾ ആ കമ്പനിയുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ് ഈ ഡോക്ടറെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് പുതിയൊരു ഡ്രഗ് വികസിപ്പിച്ചിട്ടുണ്ട്, ഇത് കൊടുത്താൽ ന്യൂമോണിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ CNS ഡിപ്രസൻ്റ് ആണ്, അഡ്രിനർജിക് ഡ്രഗാണ്, ഇത് നല്ലതാണ് ഡോക്ടറെ. ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഡോക്ടറെ പഠിപ്പിക്കുന്നത് ഈ മരുന്ന് നല്ലതാണ് എന്ന്. അയാൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഡോക്ടർ ഈ മരുന്ന് രോഗികൾക്ക് കൊടുക്കുന്നത്. അയാൾ MBBS ഈ മരുന്നിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, ഒരാൾ പഠിപ്പിച്ചതാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വേറൊരു രൂപമാണ് നമ്മളുടെ പൂർവികർ കണ്ടുപിടിച്ചു, ലഗ്നം എന്ന ഭാവം വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നു. അത് സയൻറ്റിഫിക് ആണോ? അല്ല. യൂസ്ഫുൾ ആണോ? ആണ്. യൂസ്ഫുൾ ആണ്. മാത്തമാറ്റിക്സ് സയൻറ്റിഫിക് ആണ്, അസ്ട്രോണമിക്ക് സയൻറ്റിഫിക് ആണ്, പ്രഡിക്ഷൻ പാർട്ട് സയൻറ്റിഫിക് അല്ല. അതേപോലെ
ലഗ്നത്തിലെ രണ്ടാം ഭാവം വാക്ഭാവം. ഞാൻ എങ്ങനെ സംസാരിക്കും? എൻ്റെ രണ്ടാം ഭാവത്തിൽ ശനിയാണ് ഉള്ളതെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി സംസാരിക്കുന്ന മാതിരി സംസാരിക്കും. എങ്ങനെയാത്? ഭായിയോ ഓർ ബഹനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു പോയി ചായ കുടിച്ച് വരാനുള്ള നേരമുണ്ട്, ഇയാൾ അടുത്ത കാര്യം പറയുന്നതിന് മുമ്പ്. കാരണം അവിടെ രണ്ടാം ഭാവം വാഗ്ഭാവമാണ്, അതിൽ ശനി നിൽക്കുന്നു. അപ്പം സ്ലോ ആയിരിക്കും. സംസാരിക്കുന്ന രീതി വളരെ വളരെ സ്ലോ ആയിട്ട് വാക്കുകൾ ചേർത്ത് വളരെ വളരെ പതുക്കെയായിരിക്കും അയാള് സംസാരിക്കുന്നത്. രണ്ടാം ഭാവത്തിൽ ശനിയാണ്. അതെങ്ങനെയാ കിട്ടിയത്? അത് സയൻസാണോ? അവിടെ സയൻസേ ഇല്ല. എന്താ സയൻസ് ഇല്ല എന്ന് പറയാൻ കാരണം? രണ്ടാം ഭാവം വാഗ്ഭാവം. അതാര് കണ്ടുപിടിച്ചു? പൂർവീക ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചു. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ പറയേണ്ടത് എന്താ ഉത്തരം? എനിക്കറിഞ്ഞുകൂടാ. ഒരു ജ്യോത്സ്യനും എനിക്കറിഞ്ഞുകൂടാന്ന് പറയില്ല. അത് തന്നെയാ ജ്യോത്സ്യത്തിൻ്റെ പ്രശ്നവും. എനിക്കറിഞ്ഞൂടാ. രണ്ടാം ഭാവത്തിൽ വാഗ്ഭാവമാണെന്ന് കണ്ടുപിടിച്ചത് ആര്? പൂർവികര്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചു? അറിഞ്ഞൂടാ. അത് അവരെന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ രണ്ടാം ഭാവം. അപ്പം രണ്ടാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ കണ്ടാൽ നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും ജയറാമനെ പോലെ സംസാരിക്കും. സിനിമാ നടൻ ജയറാമില്ലേ, ഒരല്പം കൈകൊണ്ട് ആക്ഷൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഷാഡോ ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരാൾ തൃപ്പൂണിത്തുറയിലുണ്ട്. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഷാഡോ ഗോപിനാഥ് സംസാരിക്കുമ്പോൾ എങ്ങനെയാ അറിയോ? ഞാൻ ഇന്നലെ ബസ് ഇറങ്ങിയപ്പോൾ കണ്ടതുണ്ടല്ലോ, ഭയങ്കര കാഴ്ച. ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചത് കണ്ടോ? ഞാൻ ഇന്നലെ ബസ് ഇറങ്ങിയപ്പോൾ കണ്ടത് ഭയങ്കര കാഴ്ച. ഈ കയ്യിൻ്റെ ഇതും സ്വരം സ്ത്രൈണഭാവം, ശുക്രനുണ്ടപ്പോൾ സ്ത്രൈണഭാവം. ഞാൻ ചെറിയ എക്സാമ്പിൾ പറയുകയാണ്, തിരിച്ച് ഞാൻ വീണ്ടും ഇതിലേക്ക് വരും. ഈ രണ്ടാം ഭാവം വാഗ്ഭാവമാണെന്നും ശുക്രൻ അതിലുണ്ടെങ്കിൽ സ്ത്രൈണഭാവമാണെന്നും അതിൽ ശനിയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇയാൾ സംസാരിക്കുന്നതെങ്കിലും എന്നും അവിടെ ചൊവ്വയാണെങ്കിൽ ഷാർപ്പ് PC ജോർജിനെ പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. ഷാർപ്പാണ്. 27 പ്രാവശ്യം കുളിച്ചാൽ ജീവാ സോപ്പില്ലേ, 27 പ്രാവശ്യം കുളിക്കണം അയാൾ സംസാരിക്കുന്നത്. കാരണം രണ്ടാം ഭാവത്തിൽ ചൊവ്വ. അത് ഉച്ചത്തിലാണെന്ന് വിചാരിക്കാം, മകരച്ചൊവ്വ വലിയ കുഴപ്പമില്ല. നീചത്തിലെ കർക്കിടകത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ഇയാൾ കുളിച്ചാലും പോവില്ല. അതാണ് അയാളെ പുറത്താക്കണമെന്ന് KM മാണി പറയാൻ കാരണം. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചൊവ്വയ്ക്ക് അങ്ങനെ ഒരെണ്ണം കിട്ടി എന്ന് ചോദിച്ചാൽ പറയണം. ഇത് നിങ്ങൾ പറഞ്ഞേ തീരൂ. അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞേ തീരൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാം അറിഞ്ഞിട്ടല്ല ഒരു ജാതകത്തിനെ ഒരാൾ വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ പൂർവീക ഋഷിവര്യന്മാർ സൂചിപ്പിച്ചതെടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം 3-ാം ഭാവം പുത്രഭാവം. എങ്ങനെയാ പുത്രഭാവം എന്ന് അവർ കണ്ടുപിടിച്ചത്? അറിഞ്ഞൂടാ. 4-ാം ഭാവം മാതൃഭാവം, പൂർവകർമ്മഭാവം. അതെങ്ങനെ കിട്ടി? അറിഞ്ഞൂടാ. ഞാൻ ആവർത്തിക്കുകയാണ്. 5-ാം ഭാവത്തിൽ ചൊവ്വയാണെങ്കിൽ വീരശൂര പരാക്രമികളായ മക്കളായിരിക്കും. 5-ാം ഭാവത്തിൽ സൂര്യനാണെങ്കിൽ അധികാരസ്വരത്തിൽ സംസാരിക്കുന്ന മക്കളായിരിക്കും ഉണ്ടാവുക. 5-ാം ഭാവത്തിൽ ശുക്രനാണെങ്കിൽ ചന്ദ്രനാണെങ്കിൽ പെൺകുട്ടിയായിരിക്കും ഉണ്ടായിരിക്കാൻ സാധ്യത. അത് ചരരാശിയാണെങ്കിൽ 2 കൂടുതൽ കുട്ടികൾ ഉണ്ടാവും. ഉഭയരാശിയാണെങ്കിൽ 2 കുട്ടികൾ ഉണ്ടാവും. അതിനകത്ത് ശനിയാണെന്ന് വിചാരിക്കുക. ഭർത്താവിൻ്റെ 5-ാം ഭാവത്തിൽ ശനി, ഭാര്യയുടെ 5-ാം ഭാവത്തിലും ശനി. എൻ്റെ തൊട്ടടുത്ത ഒരു കുട്ടിക്ക് സംഭവിച്ചതാ. ആ കുട്ടിയുടെ അച്ഛൻ പെർഫെക്റ്റ് ജ്യോത്സ്യനാ, ബാക്കിയെല്ലാം ചെയ്തു. കല്യാണത്തിന് മുമ്പ് 2 പേരുടെ 5-ാം ഭാവം നോക്കിയില്ല. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? അത് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു, കുറേ കാലമായിട്ട് ജ്യോതിഷം പഠിച്ച ആള്, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ജാതകമൊക്കെ നോക്കി. പക്ഷെ ഭാര്യയുടെ ഭർത്താവിൻ്റെ 5-ാം ഭാവത്തിൽ നീചത്തിൽ ശനിയാ. നീചത്തിൽ ശനി എന്ന് വെച്ചാൽ മേടത്തിൽ ശനിയാ. മേടത്തിൽ ശനി വന്നാൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ഉറപ്പാ. 17 കൊല്ലമായി കല്യാണം നടന്നിട്ട് 17 വർഷം കഴിഞ്ഞു.
കല്യാണം നടന്നിട്ട് ഇപ്പോഴും കുട്ടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായത് പറഞ്ഞത്, ശനിയാണ് 5-ാം ഭാവത്തിൽ വരുന്നതെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള പുത്രഭാവം നെഗറ്റീവാണ് എന്ന് എങ്ങനെയാ കണ്ടുപിടിച്ചത്? ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. അപ്പോൾ ഞാൻ പറയുന്ന ഭാവങ്ങളുടെ ഓരോ വിധത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾക്ക് നമ്മുടെ പൂർവികർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീണ്ടും ഞാൻ വരാം. ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഇനി ഗ്രഹങ്ങളുടെ അടുത്ത് നോക്കാം. ഇപ്പോൾ ചന്ദ്രന് കാരകത്വം എന്ന് പറയും. ചന്ദ്രന് കുറേ ക്വാളിറ്റികൾ നമ്മുടെ പൂർവികർ കൊടുത്തു, ആർബിട്രറിലി കൊടുത്തു. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാരകൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്ത്രൈണഭാവം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അമ്മ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശാന്തഭാവം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭാവങ്ങൾ ചന്ദ്രനെ എങ്ങനെയാണ് കൊടുത്തത്? നമ്മുടെ പൂർവികർ എങ്ങനെയാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ പറയാൻ പഠിക്കണം, അറിഞ്ഞുകൂടാ. അപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാൽ വാഹനം, ചൊവ്വ എന്ന് പറഞ്ഞാൽ കെമിക്കല്, ചൊവ്വ എന്ന് പറഞ്ഞാൽ ഓവർ ആക്ടിവിറ്റി, ചൊവ്വ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൂബറൻസ്, ശക്തി ഭയങ്കരമായിട്ടുള്ളത്, ചൊവ്വ എന്ന് പറഞ്ഞാൽ ഷാർപ്പ്, ചൊവ്വ എന്ന് പറഞ്ഞാൽ ആയുധം, ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്നോക്സ്, സ്മെല്ലുണ്ടാക്കുന്ന സാധനങ്ങൾ. ഇങ്ങനൊരു 10-60 കാര്യങ്ങൾ ചൊവ്വ എന്ന ഗ്രഹത്തിന്, ചൊവ്വ എന്ന താരാഗ്രഹത്തിന് നമ്മുടെ പൂർവികര് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ചൊവ്വയ്ക്ക് വാഹനം വന്നു? എന്തുകൊണ്ട് ചൊവ്വ 10-ാം ഭാവത്തിലാണ് ഉള്ളതെങ്കിൽ ഇയാളുടെ ജോലി കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കും. ചൊവ്വ 10-ാം ഭാവത്തിലുണ്ടെങ്കിൽ കെമിക്കലോ ഓയിലോ ആയിട്ട് ബന്ധപ്പെട്ട ജോലിയായിരിക്കും. ആ 10-ാം ഭാവത്തിൽ ചൊവ്വ വന്നു. അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയോ ഗുരുവിൻ്റെ സാന്നിധ്യമോ ഗുരുവിൻ്റെ ക്ഷേത്രമോ വ്യാഴത്തിൻ്റെ ക്ഷേത്രമോ ആണെങ്കിൽ ഇയാൾ കെമിസ്ട്രി അധ്യാപകനാവാനാണ് സാധ്യത. അപ്പോൾ ആലോചിച്ച് നോക്കുക, ആ ചൊവ്വയ്ക്ക് ഈ 40 ഗുണങ്ങളോ ദോഷങ്ങളോ നമ്മുടെ പൂർവികർ കൊടുത്തതിൻ്റെ പുറകിലുള്ള സയൻസ് എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ അറിഞ്ഞയിടത്തോളം സയൻസ് ഒന്നുമില്ല. നമ്മുടെ പൂർവികർ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി കാട്ടിലോ അല്ലെങ്കിൽ മലമുകളിലോ സമുദ്രതീരത്തോ കുറേ കാലം തപസ് ചെയ്ത് പതഞ്ജലി മഹർഷി പറഞ്ഞ യോഗശാസ്ത്രയിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചന്ദ്രനെ മനസ്സിൽ വെച്ച് ധ്യാനിക്കുക. ചന്ദ്രൻ എന്ന രൂപത്തെ മനസ്സിൽ വെച്ച് ധ്യാനിച്ചാൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെത്താനെ അറിവുകളായി പുറത്തു വരും.